ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. അത്തത്തിന്റെ 5 ദിവസം കഴിഞ്ഞ് നമ്മൾ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ തൊടുകറിയായിട്ടാണ് എത്തിയിട്ടുള്ളത്. പൈനാപ്പിൾ കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എന്നാൽ ഇത് ഒത്തിരി ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിൾ തൊടുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് പഴുത്ത പൈനാപ്പിൾ അല്ല, കുറച്ച് നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുവാണെങ്കിൽ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ആ പൈനാപ്പിളിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നടുവിലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അത് വേവാൻ വേണ്ടി പാടായിരിക്കും, അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ പൈനാപ്പിള് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ പൈനാപ്പിളിന്റെ പീസസ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ ഒരു കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പൊ നമ്മുടെ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിന്റെ പ്രഷർ മുഴുവനായിട്ടും പോയി കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചും കൂടി എടുക്കണം. അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുഴുവൻ പീസസും അരച്ചെടുക്കാതെ കുറച്ച് വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ട് വേണേലും ഇടാം. ഇനി ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ പൈനാപ്പിൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതിനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മധുരമുള്ള പൈനാപ്പിൾ തൊടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മധുരം താല്പര്യമുള്ള എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. പൈനാപ്പിൾ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പെട്ടെന്ന് ഫുഡൊക്കെ ദഹിക്കാനായാലും പൈനാപ്പിൾ ഏറെ സഹായകരമാണ്. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഈ പൈനാപ്പിൾ തൊടുകറി ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നാളെ മറ്റൊരു ഓണ വിഭവവുമായി ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.